നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് എത്ര ദിവസമാണ് സത്യം. നിന്ന് വീഡിയോ എടുക്കാൻ വയ്യ, കാല് കഴിച്ചിട്ട് പാടില്ല. 2:30 മണിയെ രാവിലെ തുടങ്ങിയ ജോലിയാണ്, ഇതുവരെ ഒന്നായില്ല. എന്തൊക്കെ വെച്ചോന്ന് ചോദിച്ചാൽ ഒന്നും വച്ചില്ല. തൂപ്പ്, തുടപ്പ്, ടോയ്ലറ്റ് ക്ലീനിങ്. ടോയ്ലറ്റൊക്കെ ഒരു കോലമായിട്ട് കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് ക്ലീൻ ചെയ്ത് നല്ല സമയം ഇപ്പോഴാണ് കിട്ടിയത്. പിന്നെ വസ്ത്രമെടുപ്പൊക്കെ എല്ലാം കൂടെ ആയപ്പോൾ ടയേർഡായി. അപ്പോൾ ഇന്ന് എന്താണ്, ട്രിവാൻഡ്രത്തൊക്കെ നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ. നമ്മൾ AC ഇട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്, അത്രയ്ക്ക് ചൂടുണ്ട്. ഡോബി പുറകുവശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു. അയ്യോ, ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറയാൻ കുറേയേറെ കമൻസ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ TV-യിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം. അപ്പോൾ അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ആ പരസ്യത്തിൽ, നമ്മൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്, അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുമുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റായിട്ടത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്കത് വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അവർ ഇടുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രൊമോഷൻസൊക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റിക്കളഞ്ഞാൽ പോരെ. എന്തിനാണ് അതിന് ഇത്രയേറെ നെഗറ്റീവ് കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നൊരു ആദ്യത്തെ വ്യക്തിയാണോ ഞാൻ, മറ്റുള്ളവരെ പോലെ ആണെന്ന് കരുതി ശ്രീകുട്ടിയും ജെനുവിനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രൊമോഷൻ ചെയ്യാതിരുന്ന എനിക്ക് ആ കാശ് പോകും, അത് അവരെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ആ കാശ് ഈ കാണുന്നവരാരും, എനിക്ക് ഈ കമൻസ് ഇടുന്നവരാരും, കാണുന്നവരല്ല, ഈ കമൻസ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നവരാരും കൊണ്ട് തരത്തില്ല. അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. എത്രയോ പേര് TV-യിലും യൂട്യൂബിൽ തന്നെ എത്രയോ പേര് പ്രൊമോഷൻ എന്തെല്ലാം പ്രോഡക്ട്സിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജെനുവിനായിട്ടുള്ളതാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അത് വേണമെങ്കിൽ വേണ്ട എന്നുള്ളത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, അപ്പം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വന്നാലും നിങ്ങൾക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ സർക്കാർ പോലും പറയുന്ന കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല, എന്തെല്ലാം വാഗ്ദാനങ്ങളും പരസ്യങ്ങളുമാണ് ചെയ്യുന്നത്, അവർ പോലും നേരെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ഞാൻ 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെന്തിനാണ് ഇത്രയേറെ കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എന്ന രീതിയിലാണ് കമൻസൊക്കെ വരുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല, എന്തിനാണ് അങ്ങനെ ഒരു. ഞാനിത് മുന്നേ പറഞ്ഞ കാര്യമാണ്, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല പ്രൊമോഷൻസും എനിക്ക് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വന്നങ്ങനെ ചെയ്യണമല്ലോ. എവിടെയോ എപ്പോഴോ ആരൊക്കെയോ പ്രൊമോഷൻ ചെയ്യുന്നത് കണ്ട് അങ്ങനെ നിങ്ങളുടെ മെമ്മറിയിൽ വന്നിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ച് തേക്കുന്നതായാലും കുളിക്കുന്നതായാലും കഴിക്കുന്നതായാലും എല്ലാം പലരും ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങൾ കണ്ട് ഓർമ്മയിൽ നിന്നിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ തള്ളിക്കളയാം. എത്രയേറെ കമൻസിൻ്റെ ആവശ്യമില്ല. സോറി കേട്ടോ, ഇങ്ങനെ കമൻസ് ഇട്ടവർക്ക് വേണ്ടി പറഞ്ഞതാണ്. കാരണം ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്ത കണക്കുള്ള കമൻസ് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. വീണ്ടും മൈക്ക് ചതിച്ചു ഗൈസ്. ഞാനത് ഗംഭീരമായിട്ട് ഡയലോഗൊക്കെ അടിക്കുകയാണ്. മൈക്ക് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. എൻ്റെ മൈക്കിന് കിട്ടിയാലേ എനിക്ക് നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ ചായ ഇടാനായിട്ട് സമയമായി. അങ്ങനെ ചായ ഇടുന്നു. എപ്പോഴും ജോലിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 2 മണി വരെ ജോലിയായിരുന്നു. പിന്നെ 1 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചായ ഇടാനുള്ള സമയമായി. അങ്ങനെ ചായ ഇടാണ്. അപ്പോൾ എനിക്കും ചായ കുടിക്കാനായിട്ട് കൊതിയായി. അങ്ങനെ ഞാൻ കരുതി എനിക്ക് ബദാം ടീ ഇടാമെന്ന്. വേറൊന്നുമില്ല, ചായ ഇട്ടിട്ട് അതിൽ കുറച്ച് ബദാം ഇങ്ങനെ പൊടിച്ചിടാമെന്ന് കരുതി. അങ്ങനെയാണ് ബദാം ടീ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഏട്ടൻ ഇന്നലെ ദിൽഖുഷ് വാങ്ങിച്ചിട്ട് വന്നു, നമ്മുടെ GG ബേക്കറിയിൽ. അവിടുത്തെ ദിൽഖുഷ് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് കഴിച്ച് ഞാനിപ്പോൾ ആ സാധനം കഴിക്കാറില്ല. അപ്പോൾ ഏട്ടന് വേണമെങ്കിൽ ചായയോടൊപ്പം കഴിക്കട്ടെ എന്ന് കരുതി ദിൽഖുഷ് ഉണ്ട്, അത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നിപ്പോൾ എടുത്തതേ പുറത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ ദിൽഖുഷും ചായയുമാണ് ഇന്നത്തെ
എന്താണ് ഈവനിങ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോഴേക്കും കൊറിയർ വന്നു. എന്താണെന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ വസ്ത്രയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ ചുരിദാർ മെറ്റീരിയൽ, അതിൽ കുറച്ച് മെറ്റീരിയലിൻ്റെ പാൻസ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു നമ്മൾ പോയ സമയത്ത്. അപ്പോൾ അവർ കൊറിയർ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇന്നലെ മിനിങ്ങാന്ന് കൊറിയർ ചെയ്തു. ഇന്ന് എനിക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 1-2 സാരീസ് കുറച്ച് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം പ്രീ ബുക്ക് ചെയ്തതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊറിയർ പാഴ്സലാണ് വന്നത്. പാൻസ് ഇല്ലാത്ത ടോപ്പിൻ്റെ ഓർഡേഴ്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. പാൻസ് വന്നിട്ടേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാൻസ് കിട്ടി. ഇനി അത് അടുക്കി പറക്കി വെക്കലാണ് അടുത്ത പരിപാടി. ഇതെല്ലാം ആക്ച്വലി നമുക്ക് വന്ന ഓർഡേഴ്സാണ്. അതൊന്നും ഡിസ്പാച്ച് ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ പാൻസ് അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട്. ഇന്ന് വന്നതേ ഉള്ളൂ, ഇനി നാളെ വേണം ഇതെല്ലാം ഡിസ്പാച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻസ് വന്നിട്ടില്ല, പാൻസ് വന്നാൽ മാത്രമേ ഡിസ്പാച്ച് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ബുക്കിംഗ് കഴിഞ്ഞ പേയ്മെൻറ്റ് ചെയ്ത പ്രോഡക്റ്റുകളാണ്. നമ്മൾ വന്ന ദിവസം തന്നെ കുറേ പോയി, കുറേ. ഇനി കുറച്ചേ ഉള്ളൂ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറയാനായിട്ട്. ഞാൻ എൻ്റെ വീഡിയോസൊന്നും ഇട്ടില്ല, ഇടുമ്പോഴായിരിക്കും എൻക്വയറീസ് കൂടുതൽ. ഇത് ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് പോയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കുറേയേറെ സാരീസ് ഒക്കെ പോയേട്ടോ. അന്നെന്തോ അവർക്ക് നെയ്ത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മെനിഞ്ഞാന്ന് അയച്ചു, എനിക്ക് ഇന്ന് കിട്ടി. സാരി ഉണ്ട്, പ്രീ ബുക്ക് ചെയ്ത 1-2 സാരീസ് ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ ഏറ്റവും പാടെന്തെന്നറിയോ, ഇതൊക്കെ ഇനി ആർക്കൊക്കെയാന്നുള്ളത് ഇനി കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഞാൻ അത് മാറ്റിയിട്ടിട്ടുണ്ട്, എങ്കിലും ആരൊക്കെ ഏതൊക്കെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നു എന്നൊന്നും മിസ്സാവാണ്ട് അയച്ചു കൊടുക്കണം. അതിന് ഞാൻ എങ്ങനെ, അതിനിടയ്ക്ക് ഇന്നത്തെ ഓർഡേഴ്സും വരുന്നുണ്ട്. അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും ദൈവമേ എന്നുള്ളത്. ആദ്യം മുതൽ അവരുടെ ചാറ്റ് എടുത്ത് നോക്കിയാലേ കാര്യം നടക്കത്തുള്ളൂ. പണ്ട് മുന്നേ നമ്മുടെ നിന്ന് വാങ്ങിയവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പഴയ ചാറ്റും വരും, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അയക്കാനായിട്ട്. ആകെ കൂടി പെട്ടിരിക്കുകയാണ്. നാളെ തന്നെ അയക്കണം. ഒരു മാം 3 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നതേ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല കഷ്ടപ്പാട്. നമ്മൾ ഇതിന് വേണ്ടി നമ്മുടെ സമയം മാറ്റി വയ്ക്കുക തന്നെ വേണം. ഒരുപാട് മെസ്സേജസും കോൾസും കാര്യങ്ങളും ഒക്കെ വരും. ഓർഡേഴ്സൊക്കെ നമ്മൾ ഒരെണ്ണം പോലും വിട്ടു പോവാണ്ട് മാറിപ്പോവാണ്ട് നമ്മൾ കൊറിയർ ചെയ്ത് അയക്കുക, അതൊക്കെ ഒരു ടാസ്ക് ആണേ. ഇതിനിടയ്ക്ക് ഇങ്ങനെ കുറേ മെസ്സേജസ് വരും, അതിൻ്റെ ഓർഡേഴ്സ് പിക്കപ്പ് ചെയ്യണം. നമുക്ക് ചിലർ 3, 4, 5 പീസൊക്കെ വാങ്ങുന്നവരുണ്ട് കേട്ടോ. ഇത് മുംബൈയിലേക്കുള്ളതാണ്. മാം ഒരു 3 പീസ് മെറ്റീരിയലാട്ടോ നമ്മുടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. മുംബൈ, മഹാരാഷ്ട്ര ഏതൊരു സ്ഥലം മുംബൈയിൽ എവിടെയോ ആണ്. അപ്പോൾ വലിയ കൊറിയർ ബാഗിലാണ് നമ്മൾ അയക്കുന്നത്. ദൂരോട്ടുള്ളവരാണ് കൂടുതൽ പീസസ് എടുക്കുന്നത്, മുംബൈ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം. മുംബൈയിലുള്ള ഒരുപാട് പേര്, മുംബൈയിലുള്ള കസ്റ്റമേഴ്സ് ചുരിദാർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ UAE-യിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളവർ അവരുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ കൊടുക്കാൻ സാരീസ് അങ്ങനെയൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളെ വിശ്വസിച്ചെടുക്കുന്നില്ലേ. അയ്യോ, ഒട്ടിച്ചത് ശരിയല്ല. സാധാരണ ഞാൻ ടേബിളിൽ വെച്ചാണ് ഒട്ടിക്കാറ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഒട്ടിച്ചത് കേട്ടോ. അപ്പം അത് തിരിഞ്ഞു പോയി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൊറിയർ മിസ്സാവാണ്ടൊക്കെ അയക്കണമെന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ചീമ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഇതുപോലെ കുറേ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ എനിക്ക് എന്തോ ടെൻഷനായിട്ട് ഒരാൾക്ക് ഞാൻ അയച്ചത് മാറിപ്പോയിട്ടോ. പക്ഷെ അവർ നല്ല വ്യക്തി ആയതുകൊണ്ട് എനിക്ക് റിട്ടേൺ അയച്ച് ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു. അതുപോലെ ചീമയുടെ വളകാപ്പ് സമയത്തിനൊരു ഓർഡർ വന്നത് ഞാൻ മറന്നുപോയത് അയക്കാൻ. കുറേ ദിവസം കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് എന്താ സാധനമൊന്നും വന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നതല്ല, ഞാൻ അത് വിട്ടുപോയി. പിന്നെ ഞാൻ അപ്പം തന്നെ
പറഞ്ഞ് അത് കൊറിയർ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള അബദ്ധം അങ്ങനെ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ അബദ്ധമാണ്. ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ജെനുവിനായിട്ടുള്ള എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാറുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെ വേണമല്ലോ അല്ലേ. നമുക്കിനി അഡ്രസ്സ് എഴുതി അയക്കാവേ. ഞാൻ സാധാരണ പറഞ്ഞില്ലേ ടേബിളിൽ വെച്ചാണ് ചെയ്യാറ്. ഇനി ക്യാമറ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പാട് കരുതി സത്യം പറഞ്ഞാൽ നമുക്കിവിടെ വെച്ച് തന്നെ അഡ്രസ്സ് അങ്ങ് എഴുതാം. എന്നോട് ഒരുപാട് പേര് പ്രിന്റർ വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. പ്രിന്റർ വാങ്ങണം എന്നുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ പരിപാടികളൊന്നും അറിയത്തില്ല സത്യമായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും മടിച്ചത് വാങ്ങാനായിട്ട്. പ്രിന്റർ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തത്. പ്രിന്റർ വാങ്ങിയാൽ വെരി ഈസി അല്ലേ. പ്രിന്റർ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഈസി ആണോ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അടുത്തിട്ട് ദോശ ചുടാണ്. വസ്ത്രയുടെ കുറുകെ കൊറിയേഴ്സ് എല്ലാം എഴുതി മാറ്റി വെച്ചു. ദോശയും സാമ്പാറും ഇപ്പോൾ കഴിക്കാനുള്ള സമയം ആയില്ല കേട്ടോ. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പം ഞാനും വേദയും കൂടി കല്യാണത്തിന് പോകാനായിട്ടും വരുന്നില്ല. കാരണം ഡ്രൈവ് ചെയ്യാനൊന്നും വയ്യ. മുതുകത്ത് ഇവിടെ ഇങ്ങനെ ഒരു വേദന കേട്ടോ. അപ്പോൾ അത് ഒരാഴ്ച റെസ്റ്റ് എടുക്കാമെന്ന് എഴുതിയിട്ട് ഏട്ടൻ ഡ്രൈവ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏട്ടൻ വരുന്നില്ല. അപ്പം ഏട്ടന് വേണ്ടിയിട്ട് ദോശ ചുട്ട് വെച്ചിട്ട് പോകാമെന്ന് എഴുതി. സാമ്പാർ ഇരിപ്പുണ്ട്, രാവിലെ സാമ്പാർ വെച്ചു. സാമ്പാർ ഇരിപ്പുണ്ട്. ഞാൻ അരച്ച മാവാട്ടോ, കുറേ ദിവസങ്ങൾക്ക് ശേഷം. പക്ഷെ ഇന്നത്തെ ഇഡ്ഡലി ശരിയായില്ല, എന്തോ ഒരു കുഴപ്പം പറ്റി ഇഡ്ഡലിക്ക്. ഈസ്റ്റിനോടൊപ്പം സോഡാപ്പൊടി ഇടണ്ടാന്ന് കുറെ കമന്റ്സ് ഉണ്ട് കേട്ടോ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഈസ്റ്റ് ഇടുമ്പോൾ പൊടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു കുറെ കമന്റ്സ് ഞാൻ കണ്ടു. എനിക്കത് അറിയില്ലായിരുന്നു. ഇനി മുതൽ ഈസ്റ്റ് ഇടുമ്പോൾ ഞാൻ സോഡാപ്പൊടി ഇടത്തില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ചട്ടിയും പാട്ടയും ഒക്കെ ഉണ്ടാവും. ഒരു നൈഫ് എടുത്തപ്പോൾ എല്ലാം കൂടി താഴെ വീണു കേട്ടോ. പിന്നെ അത് ഞാൻ എടുത്ത് വെക്കാനായിട്ട് നിന്നില്ല. പിന്നെ പുറത്ത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പിന്നെ ഞാൻ വെച്ചില്ല, അവിടെ തന്നെ അങ്ങ് വെച്ചു. പിന്നെ വേസ്റ്റ് ബിന്നും എടുത്ത് അകത്ത് വെച്ചിരിക്കുകയാണ്. അത് ഉച്ചക്കല്ല, ചായ ഇട്ട ശേഷം ചായക്കൊത്തിടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബിൻ എടുത്തതാ. അത് ഞാൻ എടുത്ത് വെച്ചില്ല കേട്ടോ. എനിക്ക് നിൽക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇനി കല്യാണത്തിന് പോകാൻ റെഡി ആവണം. എനിക്ക് വയ്യ കേട്ടോ, ഞാൻ മടുത്തു. നിങ്ങൾക്ക് പറയാം, ഒരു സ്റ്റാഫിനെ നിർത്തിക്കൂടെ, അല്ലെങ്കിൽ സഹായത്തിന് ഒരാളെ നിർത്തിക്കൂടെ. വീട്ടിലെ ജോലി എനിക്ക് വേറൊരാളെ നിർത്തുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഒരാളെ നിർത്തേണ്ടി വരും. കാരണം അത്രയ്ക്കും ഞാൻ വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ വസ്ത്രയിൽ ഒരു സ്റ്റാഫിനെ നിർത്താവോ എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു ഇതായിട്ടില്ല വസ്ത്ര. ദൈവം സഹായിച്ച് നിർത്താൻ പറ്റട്ടെ. അപ്പൊ ഞാനൊന്ന് റിലാക്സ് ആവും. അങ്ങനെയൊക്കെ നിർത്തുമ്പോൾ നമ്മളും പല കാര്യങ്ങൾ എത്ര നിർത്തിയാലും ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ. ഇപ്പൊ വീട്ടിലൊരു ജോലിക്ക്, ഒരു മിനിറ്റ് ഞാൻ ഒരു കാസറോൾ എടുത്തോട്ടെ. വീട്ടിലൊരാളെ ജോലിക്ക് നിർത്തിയാലും നെട്ടയത്ത് തന്നെ ഇപ്പോ 3-4 ആൾക്കാരെ ജോലിക്ക് മാറിയും തിരിഞ്ഞും നമ്മൾ നിർത്തിയായിരുന്നേ. പക്ഷെ നമുക്ക് അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നൊരു വൃത്തിയും കാര്യങ്ങളും ഒന്നും ആര് ചെയ്താലും നമുക്ക് ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് തീരെയും മടിക്കുന്നത്. അപ്പൊ വസ്ത്രയുടെ കാര്യത്തിലായാലും നമ്മൾ ഇനി എത്ര സ്റ്റാഫിനെ നിർത്തിയാലും നമ്മൾ കൂടെ നിന്നില്ല എങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് സ്റ്റാഫിന്റെ കാര്യമൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്നത്. എല്ലാം നടക്കട്ടെ അല്ലേ, അത് ദൈവം തരട്ടെ, അത്ര തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഞാൻ വല്ലാതെ അങ്ങ് ടയേർഡ് ആവുന്നുണ്ട്. അതിനൊരു പരിഹാരം സഹായത്തിന് ഒരാൾ തന്നെയാണ്. സഹായത്തിന് ആളെ നിർത്തിയാൽ ഇപ്പൊ അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ വീട്ടിൽ. സത്യം പറഞ്ഞാല് 2-3 പേരെ നിർത്തി വീട്ടില്. പക്ഷെ ആരുമായിട്ടും അമ്മയ്ക്ക് അങ്ങോട്ട് അമ്മ ചെയ്യുന്ന നീറ്റ്നെസ്സും അമ്മ ചെയ്യുന്ന ഒരു ജോലി ചെയ്താൽ അവർ കംപ്ലീറ്റ് അങ്ങനെ ചെയ്ത് പോവുകയോ ഒന്നും ചെയ്യാതെയൊക്കെ വന്നപ്പോൾ അമ്മയ്ക്കും അങ്ങനെ 2-3 പേരെ നിർത്തി. എന്നിട്ട് മാറ്റി സേവാ വഴിയൊക്കെ 2-3 പേരെ വിളിച്ചൊക്കെ നിർത്തിയിട്ടും ശരിയാവുന്നില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ കരുതി ഞാനും വിളിച്ച് നിർത്തി അതൊക്കെ ആയിരിക്കാമല്ലോ അവസ്ഥ. അതുകൊണ്ട് അങ്ങ് മടിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ടാവത്തില്ല. അതിൻ്റെ ഒരു ഇതും മൊത്തത്തിലെല്ലാം കൊണ്ട് ഇതാണ്.
അങ്ങനെ ദോശയൊക്കെ ചുട്ടു വെച്ച് വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ കല്യാണ സ്ഥലത്ത് പോയി ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ചായിരുന്നു കല്യാണം കേട്ടോ. നമ്മുടെ നെയ്ബറിൻ്റെ ഒരു കല്യാണമായിരുന്നു, അതുകൊണ്ട് തന്നെ നെയ്ബേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പുറത്തെ ദിവ്യേച്ചിയും മിനി ആൻറ്റിയും ഒക്കെ ഉണ്ട്, പിള്ളേർ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞാനും വേദയും കുട്ടിപ്പട്ടാളങ്ങളും മിനി ആൻറ്റിയും കൊണ്ട് നമ്മുടെ കാറിൽ വന്നു. ദിവ്യേച്ചിയും ചേട്ടനും തേനുവിൻ്റെ അമ്മ എല്ലാവരും കൂടി അവരുടെ കാറിൽ, ദിവ്യേച്ചിയുടെ കാറിൽ വന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ കല്യാണമൊക്കെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് വീണ്ടും അതിഗംഭീരമായിട്ട് ഞാൻ കാര്യം പറയണം, മൈക്ക് വീണ്ടും ഓഫായിരുന്നു. വന്നിട്ട് എന്തേ ഇരിക്കാനുള്ള സമയമുണ്ടോ, നാളത്തേക്ക് വേണ്ടിയിട്ട് ഇതേ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുകയാണ്. ആ വലിയ കുപ്പി എൻ്റെതും ആ പിങ്ക് കുപ്പി വേദയുടെ കേട്ടോ. ഞങ്ങൾ 2 കുപ്പിയിൽ വെള്ളം നിറച്ച് വയ്ക്കും. ഒരു ടാർജറ്റ് അത്രയും വെള്ളം കുടിക്കാമെന്നാണ്. ഞാൻ ആ വലിയ കുപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുടിക്കും കേട്ടോ. ഞാനൊക്കെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കാൻ ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും വെള്ളം കുടിക്കാറുണ്ട്. വേദ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെള്ളം കുടിയൊക്കെ ഭയങ്കര കുറവാണ്. ട്രിപ്പ് പോയിട്ട് വന്ന ശേഷം വേദയുടെ എല്ലാ രീതികളും മാറിക്കിടക്കുക കേട്ടോ. വേദ നോ മേക്കപ്പ് ലുക്കിൽ റെഡിയായൊക്കെ വന്നേക്കാം കേട്ടോ. ഫൗണ്ടേഷനും ബ്ലഷും ഹൈലൈറ്ററും ഒക്കെ ഇട്ട് സത്യമായിട്ടും കണ്ടാൽ വേദ മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നും, പക്ഷേ വേദ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ട് തനിയെ കണ്ണൊക്കെ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ടും വേദയുടെ കാര്യം നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. മൊത്തത്തിലിതാണ്. വേദയ്ക്കും സ്കൂൾ തുറക്കാറായി, 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു. ഇനി പഠിത്തം 8th-ലാണ്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. എല്ലാവർക്കും കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നാളെ പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. ഇന്നത്തെയും വിശേഷമായിട്ട് കാണാം. ടാറ്റാ.